മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത രാത്രിയിലെ ദൃശ്യങ്ങൾ 24-ന് അതിശക്തമായ മഴയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തിയെന്ന ദൃശ്യങ്ങളിൽ വ്യക്തം. ആ ദൃശ്യങ്ങളിലേക്ക്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, വല്ലാത്തൊരു കാഴ്ചയാണ് അത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ലഭിച്ചതിനേക്കാൾ കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങളാണ് കണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു വല്ലാത്ത ശക്തി, അത് കഴിഞ്ഞുണ്ടായത്, അതിൻ്റെ ഒരു വേദനയൊന്നും, അതിൻ്റെ ആഘാതത്തിൽ നിന്നൊന്നും ആരും മറികടന്നിട്ടുമില്ല. ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ചൂരൽമലയിൽ 2 കടകളിൽ സ്ഥാപിച്ച CCTVയുടെ ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഒന്ന്, ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലൈമ ബാഗ്സിൻ്റെ അവരുടെ ബോർമ ഉൾപ്പെടെ ഇതിൻ്റെ താഴെയാണ്. അവിടുത്തെ ഒരു വിഷ്വലാണ് ഒന്ന് പുറത്ത് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അഷറഫ് എന്ന ഒരാളുടെ കട പുറത്തുണ്ട്. അദ്ദേഹത്തിൻ്റെയും CCTV, അദ്ദേഹത്തിൻ്റെ കടയിലെയും CCTV ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണിത്. ഇദ്ദേഹമാണ് നിഷാദ് എന്ന ആൾ. ഇദ്ദേഹത്തിൻ്റെതാണ് ഈ ലൈമ ബാഗ്സ് എന്ന് പറയുന്ന ഈ കട. ഇതിൻ്റെ താഴെ ബോർമയുണ്ട്. ആ ബോർമയുടെ ഭാഗമായി അവിടെ സ്ഥാപിച്ചിട്ടുള്ള അവിടുത്തെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. വലിയ നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ചൂരൽമല ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന അതിൻ്റെ തൊട്ടടുത്തായി, അതായത് വെള്ളാറമല സ്കൂളിലേക്ക് കിടക്കുന്നതിൻ്റെ കവാടമുള്ളതിൻ്റെ ഭാഗത്താണ് ഈ ബേക്കറി ഉള്ളത്. അവിടുത്തെയാണ് ഏറ്റവും ഭയാനകമായ ദൃശ്യങ്ങൾ. അതായത് എത്രമാത്രം ഇവിടെ ഇതിനെ ബാധിച്ചു, അതായത് ഉരുൾപൊട്ടൽ എത്രമാത്രം ബാധിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യത്തിൽ പ്രധാനമായും ഉള്ളത്. നിഷാദ് നമ്മോടൊപ്പം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ചേരും. നമുക്ക് ആദ്യം ആ CCTV, ആ ദൃശ്യങ്ങൾ ലഭ്യമായ CCTVയുടെ ഇടം നമുക്ക് കാണാൻ കഴിയും. ഈ ഷട്ടറിൻ്റെ ഈ മേഖലയാണ്. ഇതിനോട് ചേർന്നുള്ള ഈ സ്ഥലത്ത് ഇവിടെ ഒരു CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്തും ഒരു CCTV സ്ഥാപിച്ചിട്ടുണ്ട്. ആ CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ എല്ലാം തന്നെ കുടുങ്ങിയിരിക്കുന്നത്. കാരണം ഇതിലെ ദൃശ്യങ്ങളാണ്. നമുക്ക് ആ ദൃശ്യത്തിലേക്ക് വരാം. ആ ദൃശ്യം കൃത്യമായി കാണാൻ കഴിയും. ആ CCTVയിലെ ദൃശ്യമാണ് പുറത്ത് വന്നിരിക്കുന്നത്. എത്രമാത്രം ഈ ഉരുൾപൊട്ടൽ എത്രമാത്രം ബാധിച്ചിരുന്നു എന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ബിൽഡിംഗ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അതിൻ്റെ പിറകു ഭാഗം എല്ലാം തകർന്നിരിക്കുകയാണ്. നിഷാദ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യം നിഷാദ് തന്നെ പങ്കുവെക്കും. ഇവിടെ ആരോ ഉണ്ടായിരുന്നല്ലേ, പണിക്കാരുണ്ടായിരുന്നു? എന്താണ് അനുഭവം എന്ന് പറയും? മലപ്പുറത്തുള്ള ഒരു പണിക്കാരുണ്ടായിരുന്നു. പണിക്കാരൻ പിന്നെ ഒരു ടൈമായപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്, രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വരാൻ വില്ലേജിൻ്റെ അവിടെ വെള്ളം നിറഞ്ഞുകൊണ്ട് കുറച്ച് ടൈമായി. അപ്പോഴത്തേനും വീട്ടിലേക്ക് വിളിച്ച് മൂപ്പര് പറഞ്ഞ് കുട്ടികളെയും മക്കളെയൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് മരണം മുന്നിൽ കണ്ടിട്ടുള്ള വിളിച്ച് ഇവിടെയുള്ള കുറേ ആൾക്കാരെയും വിളിച്ച് പിന്നെ അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ മൂപ്പര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ അപ്പോൾ പോയ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിവിടെ ഇറങ്ങി പുറത്ത് പോയി നോക്കി. അപ്പോൾ രണ്ടാമത് പൊട്ടുണ്ട് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഓടി. അങ്ങനെ ഭയങ്കര ഫസ്റ്റ് തുടക്കത്തിൽ അഷറഫിൻ്റെ കടയിലും കുറേ നാശനഷ്ടമുണ്ട്. ഫുള്ള് ചളി കയറിയുണ്ട്. അതായത് പാലത്തിൻ്റെ അടുത്താണ്. ഇതിപ്പോൾ നമ്മൾ താഴേക്ക് വന്നു. തുടക്കത്തിലാണ് മൂപ്പര കട ഉള്ളത്. ഇല്ല, ഇത് തുറന്നിട്ടില്ല. അടച്ചിട്ടിരുന്നു. ഫ്രണ്ടത്തെ ഷട്ടർ 2 പൊളിച്ച് ഉള്ളിലേക്ക് ചളി നിറഞ്ഞ് പിന്നെ ബാക്കത്തെ ഷട്ടർ പൊളിച്ചത് കൊണ്ടാണ് നമ്മളെ പണിക്കാരൻ കഴിച്ചിലായത്. അല്ലെങ്കിൽ ചളി നിറഞ്ഞ് ഇതായി പോയിട്ടുണ്ടാവും. എന്തായാലും പൂർണ്ണമായും ചെളി നിറഞ്ഞ ഒരു സ്ഥിതിയാണ് ഉള്ളത്. കാരണം അത്രമാത്രം ചെളി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ താഴെയൊക്കെ ചളി കയറി എത്ര ഉയരത്തിലാണ് ഈ ചെളി വന്ന് അടിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോഴും ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നടക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം ഈ മേഖലയിലെല്ലാം തന്നെ നമുക്ക് വീടുകളൊക്കെ കാണാൻ കഴിയും. പൂർണ്ണമായും ഈ ചെളി കയറി തകർന്ന നിലയിലാണ്. പലയിടത്തും CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല. ചില ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. അതാണൊരു പൊതുസ്ഥിതി. ഈ വീട്ടിലടക്കം CCTV ദൃശ്യങ്ങളുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമാകാത്ത സ്ഥിതിയുമുണ്ട്. ഈ അഷറഫിൻ്റെ കട ഇവിടെ അടുത്താണല്ലേ? അഷറഫിൻ്റെ മുകളിലാണ് കട. അതും ഇതേപോലെ തന്നെ നമ്മളെ ഈ കട തന്നെ ലൈമ ബേക്കറി പോലെ തന്നെ നന്നായിട്ട് ഏറ്റ ഒരു കടയാണ്. അതുപോലെ തന്നെ നമ്മൾ
നമ്മളെ പിന്നെ ഒരു തുണിക്കട ഉണ്ടല്ലോ ഫസ്റ്റ് നമ്മളെ പാലത്തോട് ചേർന്നിട്ടുള്ള ആ കടയ്ക്കും നന്നായിട്ട് എല്ലാ അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ മുണ്ടക്കായിലുണ്ടായ പ്രളയം ഏറ്റവും കൂടുതൽ ചൂരൽമല HS റോഡും അതേപോലെ ചൂരൽമല ടൗണും വില്ലേജ് ഓഫീസ് റോഡും നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. വഴിമാറി ഒഴുകിയതാണ്. എന്തായാലും ഇവിടെ തൊട്ടടുത്തൊരു കാറ് കിടക്കുന്നു. ഈ നിലയ്ക്ക് ഇതിൻ്റെ അടുത്തുള്ള വീടുകൾ കൂടി നമുക്കൊന്ന് കാണിക്കാം. അതായത് ഈ പരിസരത്തുള്ള അവസ്ഥ ഇതാണ്. കാരണം ഇത്രമാത്രം ഒരു വീടൊക്കെ ഏതാണ്ട് മണ്ണ് കയറിയ അവസ്ഥയാണ് ഉള്ളത്. പുഴ ഗതിമാറി ഒഴുകുകയും ചൂരൽമല ഈ നഗരത്തെ ടൗണിനെ മൊത്തം നക്കിത്തുടച്ച് കടന്നു പോകുന്ന വിധത്തിലാണ്. അതായത് അത്രമാത്രം പാറയും ചെളിയും മണ്ണും എല്ലാം തന്നെ അടിഞ്ഞ് ഇതാണ് അവസ്ഥ. ഇപ്പോഴും ആ വീടുകളുടെയൊക്കെ ഒരു പൊതുസ്ഥിതി നമുക്ക് കാണാൻ കഴിയും. അതിൽ ആ ദൃശ്യങ്ങൾ, അതായത് ഈ ആദ്യത്തെ ഉരുൾപൊട്ടലിൻ്റെ ആദ്യത്തെ ആ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് CCTV പ്രവർത്തിച്ചിട്ടില്ല, ഒരിടത്തും CCTV പ്രവർത്തിച്ചിട്ടില്ല. 3 തവണയായി ചെറുതും വലുതുമായ പൊട്ടലുണ്ടായി. ഏറ്റവും കൂടുതൽ ഭയാനകമായ ഒരു പൊട്ടലുണ്ടായത് അത് 4 മണിയോട് അടുത്താണ് ഏറ്റവും ഭയാനകമായ രീതിയിലുള്ള പൊട്ടലുണ്ടായത്. അത് വലിയ അളവിൽ നാശം സംഭവിച്ചിട്ടുണ്ട്. ആൾനാശവും വലിയ അളവിൽ സംഭവിക്കാനുള്ള കാരണം അതുതന്നെയാണ്. നടുക്കുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ എത്രമാത്രം ഇവിടുത്തെ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി വ്യക്തമാവുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സ്മിത. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്. ദുരന്ത മുഖത്തു നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ജൂലൈ 29 അർദ്ധരാത്രി കഴിഞ്ഞ് അതിനുശേഷം 30 പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് 1:09 പ്രഭാതത്തിൽ 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ഉള്ളപ്പോൾ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആഘാതം, അതിനുശേഷം വീണ്ടും ഉരുൾപൊട്ടി. നമ്മൾ അവിടെ നിന്നുള്ള ഓരോരുത്തരുടെയും ദുരനുഭവങ്ങളൊക്കെ തന്നെ നമ്മൾ അവരുടെ കണ്ണീരോടുകൂടിയുള്ള വിശദീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പലരും ആദ്യത്തെ ഉരുൾപൊട്ടലിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷേ രണ്ടാമത് കൂടി വന്നതോടുകൂടി ജീവിതം മുഴുവൻ നഷ്ടമായ ഒരുപാട് പേരെ നമ്മൾ അവിടെ കണ്ടതാണ്. അതിൽ ആദ്യത്തെ ഉരുൾപൊട്ടലിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു കടയിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യമാണ് രണ്ടാമത്തേത് പുറത്തു വന്നത്. അതിനുശേഷം ചളി, വലിയ അളവിൽ ചളി വരുന്നു. വലിയ തള്ളലോടുകൂടി ഓരോ മുറികളിലെയും സാധനങ്ങളെല്ലാം താഴെ വീഴുന്നു. കുത്തൊഴുക്കിൽപ്പെട്ട് എല്ലാം ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സുർജിത്ത് വീണ്ടും ചേരുന്നുണ്ട്. സുർജിത്തെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഒരു CCTV സ്ഥാപിച്ച കടയ്ക്ക് അകത്തുള്ള ദൃശ്യങ്ങൾ മാത്രമാണോ? ഈ അലമാരിയൊക്കെ ഇങ്ങനെ അത് താഴെ വീണ് ഒഴുകുന്നതിൻ്റെ ദൃശ്യങ്ങളാണോ? ഇപ്പോൾ നമ്മൾക്കത് വ്യക്തമാകുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു വിശദീകരണം ഇപ്പോൾ അവർ പറഞ്ഞല്ലോ, അവിടെ CCTV സ്ഥാപിച്ച അവരുടെ തന്നെ വാക്കുകളിൽ നിന്ന് അത് കേട്ടപ്പോൾ എന്താണ് സുർജിത്തിന് വ്യക്തമായത്? അത് അലമാരി അല്ല സ്മിത, അത് ഫ്രിഡ്ജാണ് അത് ഒഴുകുന്നത്. അതാണ് ആ ദൃശ്യത്തിൽ ഉള്ളത്. ഫ്രിഡ്ജ് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്ന തരത്തിലുള്ള ദൃശ്യമാണ് ഇവിടെ വ്യക്തമായ രീതിയിൽ തന്നെ അത് കാണാൻ കഴിയും. കാരണം ഇങ്ങനെ നിരവധി ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് താഴെ ഇദ്ദേഹത്തിൻ്റെ കടയുടെ താഴെ ബോർമയാണ്, അതായത് ഈ ബേക്കറി സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്ന അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളുള്ള ഇടമാണത്. അവിടെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൻ മലപ്പുറം സ്വദേശിയാണ്. അദ്ദേഹം മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് വിളിച്ചത്, രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഓടി ഇവിടേക്ക് എത്തുകയായിരുന്നു നിഷാദ്. ഇവിടേക്ക് ഓടി എത്തുമ്പോഴേക്കും അദ്ദേഹം പിറകു വാതിലൂടെ കടന്ന് ചളി നിറഞ്ഞ ഒരവസ്ഥയായിരുന്നു. അതിലൂടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എന്തായാലും ഇത് നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. എത്രമാത്രം ഈ അപകടത്തിൻ്റെ വ്യാപ്തി, ഈ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോഴും ഇവിടെ അതിജീവിക്കാത്ത ഇടമായി തന്നെ തുടരുകയാണ്. ഇവിടെ ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല. ഒരു തരത്തിലുള്ള ചളി മാറ്റലോ മറ്റോ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല. ഈ ഷട്ടർ നമുക്കറിയാം, ഷട്ടറിൻ്റെ ഈ ഉയരത്തിൽ വരെ, അതിൻ്റെ ഉയരം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഈ ഉയരത്തിൽ വരെ ചെളി വന്ന് അടിഞ്ഞ് കൂടിയിരിക്കുകയാണ്. മാത്രമല്ല വലിയ മരത്തടികൾ ഉൾപ്പെടെ അടിഞ്ഞു കൂടിയ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇവിടുത്തെ വീടുകളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായ നിലയിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തു കൂടി നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ബോർമയുടെ ഒരു തരത്തിലുള്ള അവശേഷിപ്പ് പോലും ഇല്ലാത്ത വിധം നക്കിത്തുടച്ചാണ് ഈ പ്രദേശത്തു നിന്നും ഉരുൾപൊട്ടൽ താഴേക്ക് കടന്നു പോയിട്ടുള്ളത്. ഈ മേഖലയിലൂടെ അല്ലായിരുന്നു പുഴ ഒഴുകിയിരുന്നത്. മറ്റ് വെള്ളാർമല സ്കൂളിൻ്റെ സമീപത്തുകൂടി ശാന്തമായി ഒഴുകിയിരുന്ന പുഴ, ആ പുഴ ഈ നിലയ്ക്ക് രൗദ്രഭാവം പൂണ്ട് ഈ ഇടത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞ് കടന്നു പോയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വാഹനങ്ങൾ കാണാൻ കഴിയുന്നു. അതിന് തൊട്ട് അടുത്തായി
ധാരാളം കൂനയായി കിടക്കുന്ന വിധത്തിലേക്ക് ഇത്രമാത്രം വലിയ അളവിൽ കമ്പിയും മറ്റും വന്നടിഞ്ഞിട്ടുണ്ട്. കൂറ്റൻ മരത്തടികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില വീടുകളുടെ മുകളിലൊക്കെ ഗ്യാസ് സിലിണ്ടറെല്ലാം തന്നെ വന്ന് പതിച്ചിരിക്കുന്നത് മുകളിലാണ്. അത് നമുക്ക് കാണാൻ കഴിയും. കെട്ടിടത്തിൻ്റെ മുകളിലായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ള ഒരു സങ്കടകരമായ കാഴ്ച തന്നെയാണ്. ഒരുപക്ഷെ ഇത് അതിജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമാണ്. പലരും ലോൺ എടുത്തും മറ്റുമൊക്കെയാണ് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തുടങ്ങിയിട്ടുള്ളത്. അവരെ ബാധിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. കാരണം ഇതിൽ നിന്ന് അതിജീവിക്കേണ്ടതുണ്ട്. ഈ ദുരന്തത്തെ അതിജീവിച്ച് സ്വാഭാവിക ജീവിതത്തിലേക്ക് നടന്നു വരിക എന്നുള്ളത് ഏറ്റവും വലിയ പ്രയാസകരമായ അനുഭവമാണ്. ഇപ്പോൾ തൊട്ടടുത്താണ് ഈ CCTV ദൃശ്യങ്ങൾ വന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ആ വീട്ടിൽ ഒരു വാഹനം കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു വാഹനം ഇങ്ങനെ കിടക്കുകയാണ്. ഒന്നും എടുത്തു മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവിടെ ധാരാളം പുസ്തകങ്ങളും പഠനോപകരണങ്ങളും എല്ലാം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഏതാണ്ട് ഒരു പകുതിയോളം ഭാഗത്ത് മണ്ണ് കയറിയ നിലയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. ഇവിടെ ധാരാളം പുസ്തകങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നു. ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ജോസ് എന്ന് പറയുന്ന ആളുടെ വീടാണ്. തൊട്ടടുത്താണ് ഈ ബേക്കറിയുടെ തൊട്ടടുത്തുള്ള വീടാണ്. ആ വീട്ടിലാണ് ഈ ഒരു അനുഭവം ഉള്ളത്. ഇങ്ങനെ പലതും ചെതറിക്കിടക്കുന്നു. പൂർണ്ണമായും ഇതിൻ്റെ ഏതാണ്ട് പകുതിയോളം ഭാഗത്ത് ഈ ചളി അടിഞ്ഞ് കൂടിയിരിക്കുകയാണ്. ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ പോലും ഇവരുടെ മുന്നിലുള്ള ഭയാനകമായ കാഴ്ച ഇതൊക്കെ തന്നെ ആയിരിക്കും. ഒരുപക്ഷെ വീട് എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമായി മാറുന്നു. കാരണം ഇതൊരു മണ്ണിൻ്റെ ഒരു കൂമ്പാരമായി വീട് ഉൾപ്പെടെ ചിതറിയിരിക്കുന്നു. ധാരാളം വീട്ടുപകരണങ്ങൾ പലയിടത്തും കാണുന്നു. ഇങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട് വാഹനങ്ങളും മറ്റും. അതുപോലെ തന്നെ മറ്റ് ഗൃഹോപകരണങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ ചിതറി തന്നെ കിടക്കുന്ന ഒരു വലിയ ഒരു ദുരനുഭവം തന്നെയാണ് കാണുന്നത്. എന്തായാലും ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഉണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഉരുൾപൊട്ടലിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്ന് സംബന്ധിച്ച കൃത്യമായ രീതിയിൽ തന്നെയുള്ള ആ ദൃശ്യത്തിൽ തന്നെ പ്രകടമാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങൾ എന്നുള്ളത്. മൊത്തം ഉപകരണങ്ങളെല്ലാം തന്നെ ബേക്കറിയിലെയും മറ്റും ഉപകരണങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ മൊത്തം ചെതറിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. ചെളി പൂർണ്ണമായും കയറി ആ നിലയിലാണ് ഉള്ളത്. ഇനി ഇവരുടെ അതിജീവന അതിലാണ് ചർച്ച വേണ്ടത്. കാരണം ഇത്തരം ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് ഇനി വേണ്ടത് ഇവരുടെ അതിജീവനം തന്നെയാണ്. എങ്ങനെയാണ് ഇവർക്ക് അതിജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പലരും ഇദ്ദേഹമൊക്കെ ലോണൊക്കെ എടുത്ത് അങ്ങനെയാണ് ഇത് ചെയ്തു. വലിയ ഭീമമായ നഷ്ടമാണ് ഈ നിഷാദിനടക്കം ഉണ്ടായിട്ടുള്ളത് അല്ലേ? എനിക്ക് ഏകദേശം ഒരു 60 ലക്ഷത്തോളം ഉറുപ്പിൻ്റെ നഷ്ടമുണ്ട്. ഇപ്പോൾ ഒരു 8 ലക്ഷം ഉറുപ്പ്യ ഓൾറെഡി ലോണുണ്ട്. നമ്മളൊക്കെ ഒരു വർഷം കൊണ്ട് കഴിച്ചിലാവും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇതായി അവിടെ ഇരിക്കുകയായിരുന്നു. 10-25 വർഷമായിട്ട് നടത്തിക്കൊണ്ട് വന്നുള്ള ഫാദർ തുടങ്ങി വെച്ച ബേക്കറിയാണ്. നമ്മളിങ്ങനെ സ്വരുക്കൂട്ടി ഡെവലപ്പാക്കി ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഒരു 60 ലക്ഷം ഉറുപ്പ്യ നഷ്ടം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ടൗണിൽ മൊത്തത്തിൽ എല്ലാവർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടങ്ങളുണ്ട്. അതാണ് നിഷാദ് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. അത്ര വലിയ ഭീമമായ നഷ്ടം. നമുക്ക് ഈ ചൂരൽമല ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ ആ ഒരു കട കൂടി നമുക്ക് അവിടേക്ക് എത്താമെന്നാണ് കരുതുന്നത്. അഷറഫിൻ്റെ കട മാത്രമല്ല, അഷറഫിൻ്റെ കടയിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിൽ പോലും മറ്റിടങ്ങളിൽ, അതായത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള മുഴുവൻ കടകളും പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ അനുഭവമാണ് ഈ മേഖലയിൽ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ദൃശ്യങ്ങളൊന്നും തന്നെ ആ സമയത്തുള്ളത് അങ്ങനെ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് പ്രഭാതത്തിൽ മുതൽ ഈ CCTV ദൃശ്യം പുറത്തു വരുമ്പോൾ, അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കുന്നു. അതിനുശേഷമുണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ഉള്ളിൽ അതൊരു വലിയ വേദന തന്നെയാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും സങ്കടകരമാണ്. പിന്നെ സുജിത് ഇപ്പോൾ കാണിച്ചതുപോലെ ഒരു പുസ്തകം കാണുമ്പോൾ, ആ വീട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടുപകരണം കാണുമ്പോൾ, അല്ലെങ്കിൽ ആ കാർ അങ്ങനെ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ അതിന് തലേ ദിവസം വരെ അല്ലെങ്കിൽ തൊട്ട് മുൻപുള്ള നിമിഷം വരെ സാധാരണ പോലെ നമ്മുടെ പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ചെറിയ കലഹങ്ങളും പടക്കങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചു വന്നിരുന്ന മനുഷ്യരാണ് ഒറ്റയടിക്ക് ഇല്ലാതെയായത്. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഹൃദയത്തിൽ വല്ലാതെ ഭാരമുണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും വല്ലാത്തൊരു ഹൃദയഭാരമുണ്ട്. കാരണം അത്ര കെട്ടിപ്പൊക്കിയതെല്ലാം തന്നെ ഒരു ഉരുൾപൊട്ടലിൽ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെ വ്യാപാര സ്ഥാപനങ്ങളാണ്. ചൂരൽമല ജംഗ്ഷനിലെ വ്യാപാര സ്ഥാപനങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം ഇപ്പോൾ ചെളി കോരി മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്കിപ്പോൾ തന്നെ കാണാൻ കഴിയും. കാരണം അത്രമാത്രം തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ് ഇവിടെ ധാരാളം പേർ. ഈ DYFIയുടെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ ചളിയെല്ലാം തന്നെ കോരി മാറ്റുന്ന ആ ഒരു ദൃശ്യം നമുക്കിവിടെ കാണാൻ കഴിയും. ഇങ്ങനെ വിവിധ സംഘടനാ പ്രവർത്തകർ ഇവരെല്ലാം തന്നെ വളരെ ഉത്സാഹിച്ചുകൊണ്ട് തന്നെ ഈ കടകൾ മറ്റ് രീതിയിലേക്ക്, അതായത് നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ പരമാവധി വേഗത്തിൽ തന്നെ അത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള
ഒരു വലിയ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൈക്കോട്ടും മറ്റും ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ ചളി കോരി മാറ്റുന്നു. ഒരു ഭാഗത്ത് യന്ത്രസഹായം കൊണ്ട് ഈ ഇവിടുത്തെ ചളി പൂർണ്ണമായും കോരി മാറ്റുന്നു. വെൽഫെയർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ, അങ്ങനെ നിരവധി സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരെ നമുക്ക് കാണാൻ കഴിയും. ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഒരു ഭാഗത്ത്, അപ്പുറത്ത് ഈ ടീം വെൽഫെയറിൻ്റെ ഒരു സംഘത്തെ കാണാൻ കഴിയും. അങ്ങനെ വിവിധ സംഘങ്ങളായി ഈ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാം തന്നെ ശുചീകരിക്കുക, അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ള ദൗത്യമാണ് നടക്കുന്നത്. നേരത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഏതാനും പ്രവർത്തകരെ ഇവിടെ കണ്ടിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഉപകരണങ്ങൾ, പരമാവധി ഈ കേടുവരാത്ത ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ച് കൊണ്ടുവന്ന് അത് നേരെ പുഴയിൽ കഴുകുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിച്ചു. വലിയ രീതിയിലുള്ള നഷ്ടം, അതായത് ചെറിയ നഷ്ടം എന്ന് പറയാൻ കഴിയുകയില്ല. ചൂരൽമലയെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന വിധത്തിലുള്ള മഹാ ദുരന്തം തന്നെയാണ് മുണ്ടക്കയിൽ നിന്നും പുഞ്ചിരിമട്ടത്തു നിന്നും ഈ ഉരുൾപൊട്ടി താഴേക്ക് പതിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ കടകളൊന്നും തന്നെ ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലാവുക എന്നുള്ളത് കനത്ത രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ്. ഇവിടെ തൊട്ടടുത്ത് ഒരു കെ സ്റ്റോർ നമുക്ക് കാണാൻ കഴിയും. ആ കെ സ്റ്റോറിൻ്റെ ഇതെല്ലാം തന്നെ അടഞ്ഞ് കിടക്കുകയാണ്. റേഷൻ കടയായി പ്രവർത്തിക്കുന്ന അതെല്ലാം തന്നെ അടഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ ഷട്ടറിൻ്റെ മുകളിൽ വരെ വെള്ളം എത്തി എന്നുള്ള ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം തന്നെ ഈ ബെയിലി പാലത്തിനോട്, നിലവിലെ പഴയ പാലത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ബെയിലി പാലമാണ്. ആ ബെയിലി പാലത്തോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്, ഈ അന്ന് തലേ ദിവസം 24 സംഘം, ഞാൻ ഉൾപ്പെടെയുള്ള 24 സംഘം ഇവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ ഫ്രണ്ട്സ് ബേക്സിൽ നിന്നാണ് ഒരു ചായ കുടിച്ചത്. വൈകിട്ട് ഒരു 5 മണി നേരത്താണ് ഞാൻ ഇവിടേക്ക് എത്തുകയും ഈ ഫ്രണ്ട്സ് ബേക്കറിയിൽ നിന്നാണ് ഒരു ചായ കുടിക്കാൻ വേണ്ടി തീരുമാനിക്കും. ഇവിടെ ഇറങ്ങി ഉബൈദ് എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമാണിത്. ആ സ്ഥാപനത്തിൽ നിന്നാണ് ചായ കുടിച്ചത്. അതിൻ്റെ അവിടെ അടക്കം അതിപ്പോൾ ശുചീകരണം ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ടീം വെൽഫെയറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ശുചീകരണ പരിപാടികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കട പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഇർഷാനയായിരുന്നു അന്ന് ഇവിടുത്തെ ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്യാഷ് കൗണ്ടർ ഇതിൻ്റെ ഇടതുഭാഗത്തായിരുന്നു. ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി ഇവിടെ എത്തി ഈ കൗണ്ടറിൽ നിന്നാണ് ഒരു ചായ കുടിച്ചത്. ചായ കുടിച്ച ശേഷം ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ നിറചിരിയുമായി നിൽക്കുന്ന ഇർഷാനയെ കണ്ടിരുന്നു. ഇപ്പോൾ ആ കട, ഇർഷാനയുടെ കട, ഉബൈദിൻ്റെ കട ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇവരുടെ നേതൃത്വത്തിൽ, ഈ ടീം വെൽഫെയർ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചെളിയുടെ ആഴം നമുക്കറിയാം. ഇത്രമാത്രം വെള്ളം അടിച്ചു കയറി, ഒപ്പം തന്നെ ചെളിയും കമ്പുകളും മറ്റും അടിച്ചു കയറി അതിങ്ങനെ ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് അത് ആകുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചൂരൽമല ജംഗ്ഷനിൽ, അതായത് വെള്ളാർമല സ്കൂളിനോട് ചേർന്ന് ഇവിടെ CPIM-ൻ്റെ ഒരു ചൂരൽമല ലോക്കൽ കമ്മിറ്റി ഓഫീസുണ്ട്, VK കുഞ്ഞിക്കണ്ണൻ സ്മാരക മന്ദിരം. ആ സ്മാരക മന്ദിരത്തിൻ്റെ അടുത്തുള്ള ചില കടകൾ, അതായത് ചില സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടെ ശുചീകരണം ഇതിനകം തന്നെ പൂർത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. അത് ശുചീകരണ പരിപാടികൾ ഏതാണ്ട് പൂർത്തിയായി. ചേട്ടാ, ശുചീകരണം ഏതാണ്ട് പൂർത്തിയായി? ഏകദേശം നിലവിൽ ക്ലീനിങ് കഴിഞ്ഞു. 1-2 കടകളെ പൂർത്തിയായിട്ടുള്ളൂ. ഇനി എന്തായാലും ഒരു 3-4 ദിവസം കൂടെ വേണ്ടി വരും ചെയ്യാൻ. എല്ലാ കടകളുടെ ആളുകൾ വന്നിട്ടില്ല, തുറന്ന് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതൽ കടകളുടെയും ഇതുപോലെ ഷട്ടറുകളൊക്കെ ഡാമേജ് ആയിട്ടുള്ളത്, അപ്പോൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് രാവിലെ JCBക്ക് പൊളിച്ചിട്ടാണ് പല കടകളും ഇപ്പോൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുറച്ച് കടകളുടെ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചുണ്ട്. എന്നാലും ഒരു 10-20 ലക്ഷം റുപ്യേൻ്റെ സാധനം പോയിട്ടുണ്ട്. അടിയിലുണ്ടായിരുന്ന സാധനങ്ങൾ മൊത്തം ഒലിച്ചു പോയി. അടിയിൽ കുറേ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. ഷെൽഫിലുള്ള സ്റ്റേഷനറി ഐറ്റം സാധനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ സ്ഥിതി ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സ്ഥാപനങ്ങൾ തുറക്കാനുള്ളൊരു പെർമിഷൻ വേണം. പിന്നെ ഈ ചളി ഒഴിവാക്കണം. ചളി ഒഴിവാക്കാൻ ഗവൺമെൻറ് ഇടത്തിൽ അവരും കൂടി ഒന്ന് സഹകരിച്ചാലേ നടക്കുള്ളൂ. ഈ ചളി ഇവിടുന്ന് കോരിക്കൊണ്ടുപോകണല്ലോ, അപ്പോൾ അതിനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട്. അതാണ് ആ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മിത, ഇതാണ് ആ ദുരന്ത പ്രദേശം. ഈ നേരത്തെ പാലം ഉണ്ടായിരുന്നതിൻ്റെ ഇടതുഭാഗത്താണ്. ആ പാലം പൂർണ്ണമായും തകർന്നപ്പോൾ ബെയിലി പാലമാണ്. എന്തായാലും ഇവിടുത്തെ അവസ്ഥ ഈ നിലയിലാണ്. ഇതിനിടയിലാണ് ഈ നടക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പുറത്ത് വന്നിരിക്കുന്നത്.